ഓൾ ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസിൻ്റെ അവിടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്തു. എഫേസ് ലേഖനത്തിൻ്റെ അവസാനത്തെ സെക്ഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 14 സെഷൻ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നു. എഫേസ് ലേഖനത്തിൽ ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നുള്ള ആ വലിയ മർമ്മം നമുക്ക് ഈ ലേഖനത്തിലൂടെ പൗലോസിൻ്റെ വാക്കുകളിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തി ആ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ, പഴയ മനുഷ്യനെ പോലല്ല, പുതിയ മനുഷ്യൻ്റെ പുതുക്കത്തിൽ, ജീവൻ്റെ പുതുക്കത്തിൽ നടപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എഫേസ് ലേഖനം നമുക്ക് തീർക്കുവാൻ കർത്താവ് കൃപ തന്നു. അതിനായിട്ട് കർത്താവിനെ നമ്മൾ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് അറ്റൻഡ് ചെയ്തല്ലോ, അതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഒരുപാട് യാത്രകളും ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം നമുക്കതെല്ലാം ചെയ്യുവാൻ കൃപ തന്നു. അതിന് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. അതിനായിട്ട് ഒരുപാട് നന്ദി. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ സ്ലിംഗ് ഷോട്ടിന് വേണ്ടി, എസ്പെഷ്യലി സ്ലിംഗ് ഷോട്ടിന് വേണ്ടി ഈ വരുന്ന നാളുകളിൽ പ്രാർത്ഥിക്കണം. ഏപ്രിൽ 10, 11, 12 3 ദിവസമാണ്. ടീൻസ് വരുന്ന ഒരു കോൺഫറൻസ് ആണ്. അങ്ങനത്തെ കോൺഫറൻസുകൾ അധികം ഇല്ല. ടീൻസ് മാത്രം, കൗമാരപ്രായത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നു. കാരണം ഒരുപാട് പേര് കേരളത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ ആളുകൾ വന്ന് താമസിക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഇത്രയും എഫേർട്ടും ഇത്രയും ഇതിൽ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വലിയ ടീം ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്, യൂത്ത് ഫോർ മിഷൻ്റെ. എന്നാൽ അത് ചെയ്യുമ്പോൾ കർത്താവിങ്കിലേക്ക് കുഞ്ഞുങ്ങൾ ആദായപ്പെടണം. അല്ലാതെ നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് ഇത് അവസാനിച്ചിട്ട് കാര്യമില്ല. വളരെ ഇഫക്റ്റീവായിട്ട് ഈ പ്രായത്തിലാണ് അനേകർ കർത്താവിങ്കിലേക്ക് വരുന്നത്. എന്നാൽ ഈ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന വളരെ കുറവാണ് ഈ കാലത്ത്. അപ്പം അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടുമ്പോൾ നിങ്ങൾ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം അവരുടെ ഹൃദയം തുടങ്ങും. ആ കുഞ്ഞ് ഹൃദയം കർത്താവിങ്കിലേക്കായാൽ ചിലരൊക്കെ അവർ വളർന്നു വരുമ്പോൾ കർത്താവിൻ്റെ രാജ്യത്തിൽ വലിയ മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് ചെയ്യും. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, ഞങ്ങളുടെ ക്യാമ്പസിൽ വന്നിട്ടുള്ളവർക്കറിയാം, നമുക്ക് താമസ സൗകര്യങ്ങൾ വളരെ കുറവാണ്. ദൈവത്തിൻ്റെ കരുണയാൽ നല്ലൊരു ക്യാമ്പസാണ്. ദൈവത്തിൻ്റെ കരുണയാൽ ഒരുപാട് മീറ്റിംഗ്സ് നമുക്ക് നടത്താൻ പറ്റുന്നു. പക്ഷെങ്കിൽ എല്ലാ പ്രാവശ്യവും രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യാൻ കാര്യം വരുന്നത് ഈ താമസ സൗകര്യത്തിൻ്റെ ലിമിറ്റേഷൻ കൊണ്ടാണ്. അപ്പോൾ ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം നമുക്ക് താമസ സൗകര്യം ഉണ്ടാക്കണം. അത് എൻ്റെ ഒരു പേഴ്സണൽ പ്രോജക്റ്റായിട്ട് എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എങ്ങനെയെങ്കിലും കുറച്ച് താമസ സൗകര്യം കൂടുതലാക്കിയാൽ കുറേയും കൂടെ ആളുകൾക്ക് വന്ന് താമസിക്കാനും, യൗവനക്കാർക്ക് വരാനും, ഫാമിലീസിന് താമസിക്കാനും, ഞങ്ങളുടെ റിട്രീറ്റ്സിന് വരുമ്പോൾ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ടാകണം എന്ന് എൻ്റെ ആഗ്രഹം. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ എൻ്റെ പേഴ്സണൽ ആഗ്രഹം അതാണ്. കാരണം എല്ലാ പ്രാവശ്യവും രജിസ്ട്രേഷൻ വരുമ്പോൾ നമ്മൾ പറയും ഫുള്ളാ. ഞാൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയും, നിങ്ങൾ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തില്ലേ ഫുള്ളാവുമെന്ന്. എല്ലാവരും ചോദിക്കും, ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ഇവിടെ ഇത്രയും രജിസ്ട്രേഷൻ വരുന്നത്? മറ്റേ ഞങ്ങൾ കഷ്ടപ്പെടുവാണല്ലോ ആളുകളെ കൊണ്ടുവരാൻ. എന്താണെന്നറിയത്തില്ല. ഇപ്പോഴുള്ള അവസ്ഥയിൽ ദൈവം നമുക്ക് ഒരുപാട് ആളുകളെ കൂട്ടിക്കൊണ്ടുവരും. അത്ര ദാഹത്തോടാണ് ആളുകൾ വരുന്നത്. പക്ഷെ താമസിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വന്നിരിക്കുകയാണ്. ഗോ കോൺഫറൻസിനും മെഡ്ഗോ കോൺഫറൻസിനും ഒക്കെ വന്നവർക്കറിയാം, നമ്മൾ തിരുവല്ലയിലുള്ള എല്ലാ റൂമും ഹോട്ടലും ഹോസ്റ്റലും എല്ലാം ബുക്ക് ചെയ്താണ് താമസിപ്പിച്ചത്. നിങ്ങൾക്കറിയാം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ക്യാമ്പസിനകത്ത് ഒരു താമസ സൗകര്യം കുറച്ചെങ്കിലും ഉണ്ടാകണമെന്ന് എനിക്ക് പേഴ്സണലി ഒരുപാട് ആഗ്രഹമുണ്ട്. ദൈവം അത് ആഗ്രഹിക്കുന്നെങ്കിൽ അത് സാധിപ്പിച്ച് തരണമെന്ന് നിങ്ങൾ ഈ വരുന്ന ദിവസങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ഒരുങ്ങുകയും കൂടെ ചെയ്യുകയാണ് എന്നുള്ളത് നിങ്ങളോട് പറയാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് ദ ക്രിസ്ത്യൻസ് ബാറ്റിൽ അല്ലേ? ഒരു വിശ്വാസിയുടെ യുദ്ധം എന്ന് പറയുന്നത് മാംസരക്തങ്ങളോടല്ല, ഫ്ലെഷ് ആൻഡ് ബ്ലഡിനോടല്ല. അപ്പോൾ ഏത് ടൈപ്പിലെ യുദ്ധമാണെന്നും ആത്മീയ പോരാട്ടം എന്താണെന്നും ഒക്കെ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി. എന്നാൽ ഈ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ, ഈ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ നഗ്നരായിട്ടല്ല കർത്താവ് വിടുന്നത്. പിന്നെയോ എഫേസ് ലേഖനത്തിൻ്റെ അവസാനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുഗ വർഗം ധരിച്ചുകൊള്ളുവിൻ. പുട്ട് ഓൺ ദി ആർമർ ഓഫ് ഗോഡ്. എനിക്ക് ഏറ്റവും സന്തോഷം വന്നത്, നിന്റെ സർവായുഗ വർഗം ധരിക്കണമെന്നല്ല പറഞ്ഞത്, പുട്ട് ഓൺ മൈ ആർമർ എന്നല്ല പറഞ്ഞത്. പിന്നെയോ ദൈവത്തിൻ്റെ സർവായുഗ വർഗം ധരിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ജയിക്കാനുള്ളത് ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്നുള്ളത് അതിൻ്റെ അർത്ഥം. എൻ്റെ പ്രൊട്ടക്ഷനിലായിരുന്നെങ്കിൽ, എൻ്റെ കപ്പാസിറ്റിയിലായിരുന്നെങ്കിൽ ഈ യുദ്ധം ജയിക്കാൻ ഒരു നിവൃത്തിയില്ലെന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം അല്ലേ? നമ്മുടെ കപ്പാസിറ്റിയും നമ്മുടെ പേപ്പർ ആർമറും കൊണ്ടൊന്നും ഈ പരിപാടി നടക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാം. ഇത് ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സർവായുഗ വർഗം ധരിക്കുകയേ ഉള്ളൂ, വേറെ നിവൃത്തിയില്ല. ഇതിനകത്ത് 6+1
എലമെന്റ്സ്, 7 pieces ഓഫ് ദി ആമർ, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 7 pieces ഓഫ് ദി ആമർ ഇന്ന് നമ്മൾ ഒരുമിച്ച് നമ്മൾ നോക്കും. അത് കേട്ട് നമുക്ക് എഫേസ്യ ലേഖനം അവസാനിപ്പിക്കാം. ഒന്നാമത് പറയുന്നത് ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി. ഒന്നാമത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേണ്ടിയത് ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. ഈ സർവൈവ വർഗം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇത് പല ആംഗിളിലൂടെ നോക്കാം. ഓക്കെ, വി ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ഡിഫറെൻറ്റ് ആംഗിൾസ്. എല്ലാ ആംഗിളിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ സിംപ്ലിസ്റ്റിക് ഫോർമും ആപ്ലിക്കേഷൻ മാത്രം ഞാൻ ഒരുമിച്ച് നോക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൗലോസ് അദ്ദേഹം വീട്ടു തടവിലായിരുന്നപ്പോൾ, പിന്നെ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എപ്പോഴും ഒരു റോമൻ പടയാളി തന്നോട് കൂടെ ഉണ്ട്, കാവലിനായിട്ട്. തടവിലായിരുന്നപ്പോൾ ഇരു കൈകളും റോമ പട്ടാളക്കാരുടെ കൂടെയാണ് കെട്ടിയിരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് റോമൻ പടയാളിയാണ്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇങ്ങനൊരു സർവൈവ വർഗത്തെക്കുറിച്ച്, ഈ ആമറിനെ കുറിച്ച് പറയുന്നത്. എല്ലാം ഈ റോമൻ പടച്ചട്ടയുടെ അനുസരിച്ചാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിൽ വെച്ചോണം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ റോമൻ പടയാളികൾക്ക് അവർക്കൊരു സ്ക്വയർ മെറ്റീരിയൽ ഉണ്ട്. അവരുടെ തലയ്ക്കൊരു ഹോളും 2 കൈക്കൊരു ഹോളും ഉണ്ട്. വെറുതെ ഇങ്ങനെ ഇടുന്ന ഒരു തുണിയുണ്ട്. അത് ബെൽറ്റ് ഇട്ട് കെട്ടിയില്ലെങ്കിൽ അത് ലൂസായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അവർ വെറുതെ നടക്കുകയെന്ന് വിചാരിച്ചോ, യുദ്ധത്തിന് പോകുമല്ല, ജസ്റ്റ് അവർ വീട്ടിലൂടെ ഒക്കെ നടക്കുവാണെങ്കിൽ ഈ സാധനം എടുത്ത് മുകളിലോട്ട് അങ്ങ് ഇട്ടാൽ മതി. എന്നാൽ ഇങ്ങനെ ആ ഉടുപ്പ് മാത്രം ഇട്ടുകൊണ്ട് ഒരു യുദ്ധത്തിന് പോയാൽ പണി പാളും. കാരണം എന്നാ, ഈ തുണി ഈ വഴിക്ക് കയറും. അതുകൊണ്ട് ഇത് ലൂസ്. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നാട്ടിലെ ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കും കേട്ടോ. അപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ നേരം ഒരു അങ്കിളുണ്ട്, നന്നായിട്ട് ബാഡ്മിൻ്റൺ കളിക്കും. ഞാനും വലിയ തെറ്റില്ലാതൊക്കെ കളിക്കും. പിള്ളേരോടൊക്കെ പിടിച്ച് നിൽക്കാൻ വേണ്ടി നമ്മളും ആഞ്ഞു പിടിക്കും. എന്നാൽ ഈ അങ്കിള് ഭയങ്കര കളിക്കാരനാണേലും എന്നോട് ബാഡ്മിൻ്റൺ ജയിക്കത്തില്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയോ? നിങ്ങൾ ചോദിക്കാതെ എന്നാ കാരണം. അങ്കിള് മുണ്ടിട്ടോണ്ടാണ് കളിക്കുന്നത്. അപ്പം ഈ മുണ്ടിട്ടുകൊണ്ട് കളിക്കുന്നതുകൊണ്ട് ഓരോ അടിയുടെ ഇടയ്ക്ക് ഈ മുണ്ടിങ്ങനെ മടക്കി കുത്തും, പിന്നെ അവിടെ ഒന്ന് പിടിക്കും, പിന്നെ കൈ ഒന്ന് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം തന്നെ അടിക്കാൻ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് കൈ മുണ്ടിൻ്റെ അങ്ങോട്ട് കയറി പിടിക്കുന്നു. പിന്നെ ഓരോ അടിയുടെ ഇടയ്ക്ക് ഇങ്ങനെ മുണ്ടേ പിടിക്കും, പിന്നെ അടുത്ത അടിക്കും, പിന്നെ മുണ്ടേ പിടിക്കും. അപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും ഈ കൈ മുണ്ടേന്ന് ഫ്രീ ആകാത്ത കാലത്തോളം ഞാൻ കളി ജയിക്കും. പറഞ്ഞു മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഗാർമെൻ്റ് ഇട്ടിട്ട് അരയ്ക്ക് സത്യം കെട്ടിയില്ലെങ്കിൽ, മുറുക്കിയിട്ടില്ലെങ്കിൽ ഈ യുദ്ധം ജയിക്കാനൊക്കത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും റെഡി ആയിരിക്കണം. യുദ്ധത്തിന് വേണ്ടി റെഡി ആകണമെങ്കിൽ അരയ്ക്ക് സത്യം കെട്ടിയിരിക്കണം. അതിന് നല്ലൊരു ഉദാഹരണം പഴയ നിയമത്തിൽ പെസഹ നാൾ ആചരിച്ച സമയത്തെ, പെസഹ പെരുന്നാളിൻ്റെ നാൾ ആചരിച്ചപ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് അവർക്കൊരു പ്രസ്താവന നൽകി. എന്താണ് പറഞ്ഞത്? നിങ്ങൾ പെസഹ കഴിക്കുമ്പോൾ നിങ്ങൾ അരയ്ക്ക് കെട്ടിയിരിക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അപ്പം പോകാൻ റെഡി ആയിട്ട് ഇരിക്കണം. വിശ്വാസി എന്ന് പറഞ്ഞാൽ സത്യം അരയ്ക്ക് കെട്ടിയിരിക്കണം. എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ. ഒന്ന്, സത്യം എന്താണ്? ദൈവവചനമാണ് സത്യം. അപ്പോൾ ദൈവവചനം, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒന്നുകൂടെ പറയും. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അതറിയാതെ പോകരുത്. അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് മുമ്പിൽ നമ്മൾ പോകുമ്പോൾ പണി വാളും എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തെ ഭാഗം എല്ലാ കാര്യത്തിലും സത്യസന്ധത ഉണ്ടാകണം. വിശ്വാസിയുടെ ജീവിതത്തിൽ he should be equipped with the truth. അതായത് സത്യം, ദൈവത്തിൻ്റെ വചനം. ഈ ലോകം പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ മനസ്സ് ചാഞ്ചാടാനല്ല. കാരണം ലോകം പറയും നിന്റെ സത്യം നിൻ്റേത്, അവൻ്റെ സത്യം അവൻ്റേത്. രണ്ടുപേരും വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയും യുവർ ട്രൂത്ത് ഇസ് യുവർ ട്രൂത്ത്. അങ്ങനൊരു കോൺസെപ്റ്റ് ഒന്നുമില്ല. ഒരേ സത്യമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. ദെയർ ഇസ് ഓൺലി വൺ ട്രൂത്ത് ആൻഡ് ദാറ്റ് ഇസ് ഗോഡ്സ് വേർഡ്. അപ്പോൾ ആ വചനം, ആ സത്യം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. 1. 2, നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത പാലിക്കണം. എന്താണ് സത്യസന്ധത? നമ്മളല്ലാത്തൊരു ആണെന്നുള്ളത് ആളുകളെ ധരിപ്പിക്കരുത്. നമ്മൾ ആരാണോ അത് തന്നെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളിങ്ങനെ ആളുകളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കും. പെട്ടെന്ന് വിശ്വാസിയെ കണ്ടു കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ശബ്ദമൊക്കെ മാറ്റി, അങ്ങനത്തെ പരിപാടികളൊന്നും കാണിക്കരുത്. സത്യസന്ധരായിരിക്കണം.
എല്ലാ കാര്യത്തിലും നമ്മൾ ഓത്തൻറ്റിക് ആയിരിക്കണം. നമ്മൾ ഒരു കപടം കാണിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളാണേലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പന് പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ സത്യസന്ധന, പറയുന്നത് പറഞ്ഞതുപോലെ ചെയ്യും. എല്ലാ കാര്യത്തിലും ഒരു സത്യസന്ധന, ട്രൂത്ത്ഫുൾനെസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ വഞ്ചിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മെ തന്നെ വഞ്ചിക്കും. നമ്മൾ ഓർക്കും നമ്മളിതാണ്. അതുകൊണ്ട് എപ്പോഴും മൈൻഡ് ഷുഡ് ബി ഫുൾ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് പത്രോസ് ഇത് തന്നെ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് മൈൻഡ് ഷുഡ് ബി ഗേർഡഡ്. ആ സെയിം വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അരയ്ക്ക് സത്യം കെട്ടിയും എന്ന് പറയുന്നത് പോലെ മനസ്സ് ആ സത്യം കൊണ്ട് നിറഞ്ഞിരിക്കണം. ഒരു വിശ്വാസി എപ്പോഴും സത്യം കൊണ്ട് നിറഞ്ഞിരിക്കേണ്ടവനായിരിക്കണം, സത്യസന്ധത ഉള്ളവനായിരിക്കണം. ഞാൻ എപ്പോഴും പറയും, ഒരു തമാശയ്ക്ക് പോലും ഒരു കള്ളം പറയരുത്. മോനെ, നീ കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ പോലീസ് വന്ന് പിടിക്കും, അങ്ങനത്തെ കാര്യം പോലും കുഞ്ഞുങ്ങളോട് പറയരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എൻ്റെ പ്രമാണം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എല്ലാ കാര്യത്തിലും സത്യസന്ധരായിരിക്കണം എന്നുള്ളത് ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കവചം എന്ന് പറയുന്നത് ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. 2, ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു. 2 എന്ന് പറയുന്നത് നീതി എന്ന കവചം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോമ പടയാളിയെ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ കവചം എന്ന് പറയുന്നത്, അവന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനം ഈ കവചമാണ്. അവന് നെഞ്ചും വൈറ്റൽ ഓർഗൻസിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഈ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ നീതി എന്ന കവചം ധരിക്കണം. അപ്പോൾ വിശ്വാസത്തിൽ വന്നിട്ടുള്ള ദൈവ മക്കൾക്കറിയാം, നമ്മുടെ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ കവചം എന്താണ്? യേശുക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് അല്ലെ, നമ്മുടെ നീതിയല്ല, പിന്നെയോ ക്രിസ്തു നമ്മുടെ നീതിയായി മാറി. എൻ്റെ പാപത്തെ മോചിപ്പിക്കുന്നത് കർത്താവാണ്. കർത്താവിൻ്റെ രക്തം നിമിത്തം എനിക്ക് കർത്താവിൻ്റെ നീതി ലഭിച്ചു. എൻ്റെ നീതിയല്ല, അവൻ്റെ നീതി. എൻ്റെ നീതി കൊണ്ട് എനിക്ക് യാതൊരു കാരണവശാലും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ ഒക്കത്തില്ല. ഞാൻ പാപിയാണ്, ഞാൻ അരിഷ്ടനാണ്. എൻ്റെ നല്ല പ്രവൃത്തികൾ കൊണ്ട് ഒരു കാരണവശാലും കർത്താവിൻ്റെ സന്നിധിയിൽ. അപ്പോഴാണ് കർത്താവ് എന്ത് ചെയ്ത്? എന്നെ അങ്ങ് റാപ്പ് ചെയ്തു. അവൻ എനിക്ക് വേണ്ടി മരിച്ചപ്പോൾ അവൻ്റെ നീതി കൊണ്ട് എന്നെ റാപ്പ് ചെയ്തു. നീതി എന്നാൽ ഇവിടെ ആ നീതിയെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ, അത് മനസ്സിലാക്കിക്കണം. അത് നമ്മുടെ നീതീകരണത്തിന്റെ ഭാഗമാണ്, അതല്ലാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന നീതി എന്ന് പറഞ്ഞാൽ അതല്ല. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഇംപ്യൂട്ടഡ് റൈച്ചസ്, നമുക്ക് നൽകിയിരിക്കുന്ന സൗജന്യമായി നൽകിയിരിക്കുന്ന നീതി, അതിൻ്റെ ഔട്ട്വേർഡ് വർക്കിംഗ്, പ്രായോഗിക തലത്തിൽ ഞാൻ ജീവിതത്തിൽ സാങ്ക്ടിഫൈഡ് ആകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ? അതിന്റെ കാരണം കർത്താവാണ് നമ്മൾക്ക് നീതി തന്നിരിക്കുന്ന, സംശയമൊന്നുമില്ല. അതാണ് രക്ഷയുടെ ജസ്റ്റിഫിക്കേഷൻ അല്ലെ, നീതീകരണം. സൗജന്യമായി കർത്താവ് കൃപയാൽ നമുക്ക് തന്നിരിക്കുന്ന നീതീകരണം. എന്നാൽ ഇവിടെ എന്താണെന്നറിയോ? ദൈവത്തിന്റെ സർവായുഗവർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞ് നിങ്ങൾ നീതി എന്ന കവചം ധരിക്കണം എന്ന് പറയുമ്പോൾ ഈ കവചം എന്താണ്? എൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിൽ ദിനം പ്രതി നിമിഷം തോറും വിശുദ്ധീകരിച്ച് ജീവിക്കുന്ന കവചത്തെക്കുറിച്ചാണ് പറയുന്നത്. പറയാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ ദൈവമക്കളെ. ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും നല്ല കവചം എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിലൂടെ വിശുദ്ധ ജീവിതമാണ് ഏറ്റവും പവർഫുൾ ഷീൽഡ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം, എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ളത് ഈ നീതി എന്ന കവചം. വി ഹാവ് ടു ലിവ് എ ലൈഫ് ഓഫ് റൈച്ചസ്നെസ്. ഈ വിശുദ്ധിയോടെ ജീവിക്കുന്ന ജീവിതത്തിന്റെ ശക്തി എത്ര വലുതാണെന്നറിയാമോ പ്രിയമുള്ളവർ? കർത്താവ് നമ്മളെ നീതീകരിച്ചു, നോ ഡൗട്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രവേശനമുണ്ട്, നമ്മൾ ദൈവമക്കളായി. അത് രക്ഷയുടെ ആദ്യ പടി. എന്നാൽ ഈ കവചം പൗലോസ് ഉദ്ദേശിക്കുന്നത് വിശ്വാസിയോട് പറയുക, ഈ നീതി എന്നുള്ള കവചം നീ ധരിക്കുമ്പോൾ യു ഷുഡ് ലിവ് എ ഹോളി ലൈഫ്. ഇന്ന് പലപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞ വി ഗിവ് പേപ്പർ ആമേഴ്സ് അല്ലേ, ആളുകൾക്ക് പേപ്പർ ആമേഴ്സ് കൊടുക്കും. നിങ്ങൾ ഈ പ്രോഗ്രാം നടത്ത്, ഈ പരിപാടി നടത്ത്, ഇങ്ങനത്തെ അഡ്വൈസ് കൊടുക്കും. അതിലൊക്കെ ഏറ്റവും ശക്തമേറിയ കവചം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ജീവിതം, ഹോളി ലൈഫ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ ഒരു കവചം എനിക്ക് തരണം. വിശുദ്ധനായ മനുഷ്യന്റെ മുമ്പിൽ പിശാചിന്റെ ഒരു തന്ത്രവും ഫലിക്കത്തില്ല പ്രിയമുള്ളവരെ, ഒരു തന്ത്രവും ഫലിക്കത്തില്ല. എന്നാൽ ഈ വിശുദ്ധ ജീവിതം ഇല്ലെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ, ശീമോൻ എന്ന് പറഞ്ഞ ഒരുത്തൻ വന്ന് ഈ
സൈമൺ ദ സോസറർ അറിയാമല്ലോ, പെട്ടെന്ന് എന്ന് പറഞ്ഞു ഭൂതങ്ങളെ പുറത്താക്കാൻ പല പരിപാടിയൊക്കെ ട്രൈ ചെയ്തു. അപ്പൊ ഭൂതം എന്തോ ശീമോനോട് പറഞ്ഞ് എന്താ പറഞ്ഞു? പൗലോസിനെ ഞങ്ങൾക്കറിയാം, യേശുവിനെ ഞങ്ങൾക്കറിയാം, നീ ആരാ? ഹു അറിയൂ? പൗലോസിനെ ഞങ്ങൾക്കറിയാം, യേശുവിനെ അറിയാം, നീ ആരാ? ഹു അറിയൂ? അതിന്റെ കാരണം എന്നാ? ജീവിതത്തിൽ വിശുദ്ധിയും വെടുപ്പും ഉള്ളവന്റെ മുമ്പിൽ ഒരു പിശാചിന്റെ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ആത്മീയ പോരാട്ടത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് അങ്ങ് ഓവർ സ്പിരിച്വലൈസ് ചെയ്യും. അതുകൊണ്ട് അവിടെ പിശാചിന് അവിടെ അങ്ങ് ഒരു പക്ഷെങ്കിൽ പിശാചിന്റെ കോപ്പ് നമ്മുടെ കയ്യിൽ പാടില്ല. അവന്റെ ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിൽ പാടില്ല. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അതേ കയറി പിടിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയം. അല്ലാതെ നമ്മൾ ഈ ഡീമണോളജിയിൽ PhD ഒന്നും എടുക്കേണ്ട കാര്യം. ചിലരാണെങ്കിൽ ഇതിലങ്ങ് PhD എടുത്ത് എല്ലാം പുറത്താക്കാനും അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ വിശുദ്ധ ജീവിതം ജീവിച്ചു യാതൊരു എൻ്റെ പിതാവിൻ്റെ ഭാഷയെ പറഞ്ഞ അവൻ്റെ കോപ്പൊന്നും കൈ വെക്കാതിരുന്നാൽ പിശാചിന് നമ്മുടെ മേൽ ഒരു പിടിയില്ലെന്നേ. പിശാചിന് നമ്മുടെ മേൽ ഒരു പിടിയില്ല. പക്ഷെങ്കിൽ ജീവിതം അശുദ്ധമാകുമ്പോൾ കർത്താവിനോട് പറഞ്ഞ് കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കാൻ വി ഹാവ് ടു ട്രൈ ആൻഡ് കീപ് അവർ ലൈഫ് ഹോളി. ഓക്കെ, അപ്പോൾ രണ്ടാമത് എന്ന് പറയുന്നത് നീതി എന്ന കവചം ധരിക്കണം. അതാണ് രണ്ടാമത്. 3, പിന്നെ അഥവാ ഈ കവചം ധരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ അശുദ്ധി വന്നു കഴിഞ്ഞാൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ആത്മീയമായ ഫലം കുറയും. അവർ റിസൾട്ട് ഈസ് ഫ്രൂട്ട്ലെസ്നെസ്. നമ്മുടെ ജീവിതത്തിൽ ഫലം കുറയും. ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റാതെ വരും. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കുമ്പോൾ ശാരീരികമായി, ഇപ്പോൾ ഇന്നത്തെ പോലെ ശാരീരികമായ ചിലപ്പോൾ പ്രയാസങ്ങൾ വരും, ശരിയാണ്. വേറെ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പുറമേ വരും. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ ഇതിനൊന്നും ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾക്ക് മുടക്കം വരുത്തത്തില്ല ഒരിക്കലും. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം. ഞാൻ ഏറ്റവും ടയേർഡായിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിലെ ടെൻറ്റിൽ 2 ആഴ്ച മുമ്പ് എനിക്ക് തല പൊക്കാൻ വയ്യാതാണ് ഞാൻ പ്രസംഗിക്കാൻ പോയത്. കാരണം അപ്പയ്ക്ക് പോകാൻ പറ്റിയില്ല. അപ്പ നോർത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ എന്നെ നിർബന്ധിച്ച് വന്നേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ടെൻറ്റിൽ പോയി പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ ദൈവം വളരെ ശക്തമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ബലഹീനതയിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ എത്രയൊക്കെ പ്രയാസങ്ങളിലൂടെ പോയാലും ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും. പക്ഷെ എപ്പോഴാണെന്നറിയാവോ ഈ ഫലം ശരിക്ക് വരാത്തത്? എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. പാപത്തിന് ഞാൻ ഇടം കൊടുക്കുമ്പോൾ അപ്പപ്പോ പരിപാടി. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം നമ്മുടെ ഇഫക്റ്റീവ്നെസ് പോയി. ശാരീരിക ക്ഷീണം, മാനസികമായ പ്രയാസം, പുറത്തു നിന്നുള്ള പ്രതികൂലങ്ങൾ, ഇതിൻ്റെ എല്ലാ ഇടയിൽ ദൈവം വളരെ ശക്തമായി നമ്മളെ നിർത്തും. പക്ഷെ പാപഭാഗത്തോട്ട് കയറി കഴിയുമ്പോൾ അവിടെ തീരും നമ്മുടെ പരിപാടി. അതുകൊണ്ട് അത് ഒരുപാട് സൂക്ഷിക്കണം പ്രിയമുള്ളവർ. ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, നിങ്ങളോട് മാത്രമല്ല. ഐ എം ടെല്ലിങ് മൈസെൽഫ്. 2, ലോസ് ഓഫ് റിവാർഡ്. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. രക്ഷ നഷ്ടപ്പെടുമെന്നല്ല ഞാനീ പറഞ്ഞത്. പ്രതിഫലം നഷ്ടപ്പെടാൻ്റെ ഇട ആകാൻ സാധ്യതയുണ്ട്. 3, ദൈവത്തിൻ്റെ മഹത്വത്തിന് കോട്ടം തട്ടും. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധിയോടെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇറ്റ് അഫക്ട്സ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, അല്ലേ? അതുകൊണ്ടാണല്ലോ പൗലോസ് ഇപ്രകാരം പറയുന്നത്, നിങ്ങൾ നിമിത്തം ദൈവനാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നു, അല്ലേ? എൻ്റെ ചില ആക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ചില ആക്ഷൻസ് കാരണം ദൈവനാമമാണ് ദൂഷിക്കപ്പെടുന്നത്. നമ്മുടെ നാമം പോയി എന്നുള്ളത് പോയി, അത് ഒന്നാമത്തെ. രണ്ടാമത് എന്താ സംഭവിക്കുന്നത്? ദൈവനാമം ദൂഷിക്കപ്പെടുന്നു. അതുകൊണ്ട് ഒരിക്കലും യുദ്ധത്തിന് പോകുന്ന ദൈവമക്കൾ ഈ നീതി എന്ന കവചം ധരിക്കാതെ പോകരുത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. 3, എന്താണ്? ഷൂസ് ഓഫ് ദ ഗോസ്പൽ ഓഫ് പീസ്. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പായി. അപ്പോൾ ചെരുപ്പ് എന്തായിരിക്കണം? സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. ദ ഗോസ്പൽ ഓഫ് പീസ്, ദ ഗോസ്പൽ ഓഫ് പീസ്. അപ്പോൾ എപ്പോഴും നമ്മൾ ധരിക്കേണ്ടത് ഈ സുവിശേഷം എന്ന് പറയുന്ന ചെരുപ്പ്. ഇപ്പം ഇതിനകത്ത് എക്സസൈസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നവർക്കറിയാം, നമ്മുടെ കടയിൽ പോയാൽ അവർ ചോദിക്കും, വാക്കിംഗ് ഷൂ ആണോ, റണ്ണിങ് ഷൂ ആണോ,
ട്രക്കിംഗ് ഷൂ ആണോ അല്ലേ ചോദിക്കത്തില്ല, ഏത് ടൈപ്പ് ഷൂ ആണെന്നുള്ളത് ചോദിക്കും. അതിനനുസരിച്ചുള്ള ഷൂ എടുത്ത്. ഒരു വിശ്വാസി എപ്പോഴും ഇടേണ്ട ഷൂ എന്ന് പറഞ്ഞാൽ, സ്പീഡിൽ പോകണമെങ്കിൽ ഒരു ഷൂ ഉണ്ട്, മല കയറണമെങ്കിൽ ഒരു ഷൂ ഉണ്ട്. വിശ്വാസി എപ്പോഴും ഈ ഷൂ ഇടണം. ഈ ഷൂ ഇടുന്നതിൻ്റെ കാരണം എന്നാ, നല്ല ഷൂ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്നാ, എന്നോട് പറയും എനിക്ക് നടുവിന് പ്രശ്നമുള്ളതുകൊണ്ട് നടു ശരിയായിട്ട് നിൽക്കണമെങ്കിൽ കറക്റ്റ് ഷൂ വേണം. അവർ പറയും ശരിയാണ്. അപ്പം നിൽക്കുന്നത് കറക്റ്റ്, പോസ്ചർ കറക്റ്റ് ആകണമെങ്കിൽ ഷൂ വേണം. പിന്നെ സ്പീഡിൽ നടക്കണമെങ്കിൽ അതിൻ്റെ ഷൂ കറക്റ്റ് ആയില്ലെങ്കിൽ സ്പീഡിൽ നടക്കാൻ ഒക്കത്തില്ല, കാലുളുക്കും. അപ്പോൾ നമ്മൾ ഉറച്ച് നിൽക്കണമെങ്കിൽ, ഇഫ് യു ഹാവ് ടു സ്റ്റാൻഡ് ഫേം, ഒന്നാമത് നമ്മുടെ ഷൂ കറക്റ്റ് ആയിരിക്കണം. എന്ന് പറയുന്നത് ഇവിടെ സമാധാനത്തിൻ്റെ സുവിശേഷം മനസ്സിലായ ഒരു വ്യക്തി എപ്പോഴും ഓർത്തോണം ദാറ്റ് ഹീ ഈസ് അറ്റ് പീസ് വിത്ത് ഗോഡ്. അതാണ് സമാധാനത്തിൻ്റെ സുവിശേഷം. ഞാനും ദൈവം, കർത്താവിൻ്റെ ശത്രുവായിരുന്ന എന്നെ അവൻ്റെ ക്രൂശിനാൽ അവൻ എന്നെ മിത്രമാക്കിയത് കൊണ്ട് എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, അല്ലേ? എനിക്ക് ദൈവത്തോട് നിരപ്പുണ്ട്. അതാണല്ലോ സുവിശേഷത്തിൻ്റെ മഹത്വം. ഞാൻ പണ്ട് എൻ്റെ പാപത്തിൽ ദൈവത്തോട് ഞാൻ യുദ്ധം ചെയ്യുന്ന ക്രൂശിൻ്റെ ശത്രുവായി ജീവിച്ചു. ഇപ്പോൾ ഞാൻ ക്രൂശിൻ്റെ ശത്രുവല്ല, ദൈവത്തോട് സമാധാനമുള്ളവനാണ്. അതുകൊണ്ട് ബിക്കോസ് ഐ ബിലീവ് ഇൻ എ ഗോസ്പൽ ഓഫ് പീസ്, I should be ready to share it with people who don't know it. എപ്പോഴും റെഡി ആയിരിക്കണം, ഇത് പങ്കുവയ്ക്കാൻ എപ്പോഴും റെഡി ആയിരിക്കണം. ആര് എപ്പോൾ ഒരു അവസരം കിട്ടിയാലും ഇത് പങ്കുവയ്ക്കാൻ റെഡി ആയിരിക്കണം. പ്രയാസമുള്ള കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനും നേരോടെ നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ ഷൂ വേണം, അല്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. എനിക്ക് ദൈവത്തോട് നിരപ്പും ദൈവത്തോട് സമാധാനം ഉള്ളതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുമായിട്ട് സമാധാനത്തിൽ ജീവിക്കാനുള്ളതും ഈ ചെരുപ്പ്, അല്ലെങ്കിൽ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പായി. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് പഴയ നിയമത്തിൽ. ഇപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ ഫീറ്റ് ഓഫ് ദോസ് ഹു ബ്രിങ് ഗുഡ് ടൈഡിങ്സ്, അല്ലേ? അതുകൊണ്ട് നമ്മുടെ കാലം എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിന് ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ വഴികളിൽ നമ്മളെ ഒരുക്കുന്ന, ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഒരുക്കം നൽകുന്നതാണ് ഈ ഷൂ. അപ്പോൾ ആ ഷൂ എപ്പോഴും ധരിച്ചു കൊള്ളണം, ദ ഗോസ്പൽ ഓഫ് പീസ്. 4, ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടു. അപ്പോൾ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തണമെങ്കിൽ വിശ്വാസം എന്ന പരിച വേണം. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിശ്വാസം? ഇപ്പോൾ എബ്രായ ലേഖനം അറിയാവുന്നത് പറയാം, കാണാത്ത കാര്യങ്ങൾ നിശ്ചയം, ആശിക്കുന്നതിൻ്റെ ഉറപ്പും. ഓക്കെ, അതൊക്കെ നല്ല ഡെഫിനേഷനാണ്. ഇന്ന് ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ അവർ പറയും എനിക്ക് ജോലിയില്ല, അപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പോയി എനിക്ക് ജോലി കിട്ടും. അതൊരു വിശ്വാസം, അത് പലർക്കുള്ള വിശ്വാസം. ആ വിശ്വാസത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് കേട്ടോ, ആ വിശ്വാസമല്ല, അത് മനുഷ്യൻ്റെ. ഈ വിശ്വാസം എന്തുവാ? ഈ വിശ്വാസം എന്ന് പറയുന്നത് ആദാമിനോടും ഔവ്വയോടും ദൈവം പറഞ്ഞു ആ ഫലം കഴിക്കരുത്, ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത്. ശത്രുവിന്റെ ഒന്നാമത്തെ സ്ട്രാറ്റജി ദൈവം പറഞ്ഞത് വിശ്വസിക്കാതിരിക്കത്തക്കവണ്ണം അവരുടെ മനസ്സിൽ സംശയം ഇടുക. ഇതാണ് സാത്താന്റെ മെയിൻ സ്ട്രാറ്റജി. ദൈവം അങ്ങനെ തന്നെ പറഞ്ഞോ? ഒരു ചോദ്യം. പ്രിയമുള്ളവർ, ഇന്ന് സാത്താന്റെ എല്ലാ തീയമ്പുകളും നമ്മൾ പറയും ഇങ്ങനെയുള്ള സ്ട്രാറ്റജി, അത് പിശാചിന്റെ അങ്ങനെയുള്ള. അവന്റെ ഒന്നാമത്തെ സ്ട്രാറ്റജി ഈസ് വിശ്വാസത്തിനെതിരെ. എന്ത് വിശ്വാസത്തിനെതിരെ? ദൈവം പറഞ്ഞത് വിശ്വസിക്കാതിരിക്കുക. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. ഇന്ന് ഒരു പക്ഷെങ്കിൽ എന്ത് പറയും? നമ്മുടെ ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിനകത്ത് നമുക്കറിയാം ദൈവവചനം അതിന് നമ്മളെ അനുവദിക്കുന്നില്ല. അപ്പോൾ പിശാച് വന്ന മനസ്സിലൊരു തോന്നൽ തോന്നും. എന്താണെന്നറിയാമോ? മനസ്സിലൊരു ചിന്ത, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നിനക്കെന്നാ പ്രശ്നം? ദൈവം അങ്ങനല്ല ഉദ്ദേശിച്ചത്, നിനക്ക് ഇച്ചിരി വേണമെങ്കിൽ ഒന്ന് മാറ്റിപ്പിടിക്കാം, കാലമൊക്കെ മാറിയില്ലേ. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിനുള്ള അറ്റാക്കാ. അപ്പൊ വിശ്വാസം എന്ത് പറയുമെന്നറിയോ? നീ ഇനി എന്തൊക്കെ കൊണ്ടുവന്നാലും ദൈവം എന്ത് പറഞ്ഞെന്ന് എനിക്കറിയാം, ഞാനത് വിശ്വസിക്കുന്നു. ഐ ട്രസ്റ്റ് ഗോഡ്. എൻ്റെ സാഹചര്യങ്ങളെയൊക്കെ ഞാൻ സംശയിക്കുന്നു, but I will never doubt the character of God. I may doubt my circumstances, but I will not doubt the character of God. അതാണ് വിശ്വാസം.
അല്ലാതെ എനിക്ക് കിട്ടേണ്ടത് ഞാൻ കിട്ടി പ്രാപിക്കൂ എന്നുള്ള വിശ്വാസം അല്ല. ആ വിശ്വാസത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മൾ ഈ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം എനിക്ക് ലഭിക്കാനുള്ളതിനെക്കുറിച്ച് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ലഭിക്കുന്നതിനെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. ആ വിശ്വാസത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഈ പരിചയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ്റെ തീയമ്പുകളെ കെടുത്തണമെങ്കിൽ ദൈവത്തെ വിശ്വസിക്കണം, അവൻ പറഞ്ഞതിനെ വിശ്വസിക്കണം, അവൻ്റെ വാക്കിന് മീതെ വേറൊന്നിന് സ്ഥാനം കൊടുക്കരുത്. അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരും, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. വിശ്വാസത്താൽ യു ഹാവ് ടു. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനം 11 അങ്ങോട്ട് വായിച്ചു നോക്കുമ്പോൾ എബ്രഹാം മുതൽ എല്ലാവരും വിശ്വാസത്താൽ എബ്രഹാം, വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ മോശ, വിശ്വാസത്താൽ ഗിദെയോൻ എന്ന് പറഞ്ഞത് എല്ലാം തുടങ്ങുന്ന കാര്യം ഫെയ്ത്ത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ് വിതൗട്ട് ഫെയ്ത്ത്. ഈ ദൈവത്തെ അറിയുക. പിന്നെ ഈ വിശ്വാസം എങ്ങനെയാ വരുന്നത് പ്രിയമുള്ളവരെ? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും. അപ്പോൾ വചനം വായിക്കാത്തവന് വിശ്വാസം എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസം. അതെല്ലാവർക്കും ഉണ്ട്. അവിശ്വാസിക്ക്, പീപ്പിൾ ഹു ഡോണ്ട് ബിലീവ്, അവർക്കും ഉണ്ട് വിശ്വാസം. എന്തുവാ? എല്ലാവരും വിശ്വാസമല്ലേ അതല്ലേ എല്ലാം എന്നൊക്കെ പറഞ്ഞ് പരസ്യം. ആ വിശ്വാസം അല്ല ഇത്. ദൈവത്തിന്റെ വചനത്തിന്റെ മേലുള്ള വിശ്വാസം. ട്രസ്റ്റിംഗ് ഗോഡ് ബേസ്ഡ് ഓൺ ഹിസ് വേർഡ്. അതാണ് ഫെയ്ത്ത്. ഫെയ്ത്ത് കംസ് ഫ്രം ബൈ ഹിയറിംഗ്. അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും വിശ്വാസമായി മാറും. ഇറ്റ് വിൽ ബിക്കം സം അതർ ഫെയ്ത്ത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് നമുക്ക് ശരിയായുള്ള വിശ്വാസം വേണം. 5, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും. അപ്പോൾ 5ാമത് പറയുന്നത് രക്ഷ എന്ന ശിരസ്ത്രവും. നമ്മുടെ മനസ്സിനെ കവർ ചെയ്യേണ്ടത് രക്ഷ കൊണ്ടാണ്. ദ ഗോസ്പൽ ഷുഡ് സാച്ചുറേറ്റ് ആ മൈൻഡ്. എന്താണ് ദ ഗോസ്പൽ? യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ അവൻ എന്നെ സ്നേഹിച്ചു. അവൻ്റെ ക്രൂശ് മരണത്താൽ എനിക്ക് വിടുതലും പാപത്തിൽ നിന്നുള്ള മോചനവും കർത്താവ് എനിക്ക് വേണ്ടി നൽകി തന്നിരിക്കുന്നു. എൻ്റെ ഇന്നലകളിലെ പാപം, എൻ്റെ ഇന്നിൻ്റെ പാപം, ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്ന പാപങ്ങൾ സകലത്തിനും പ്രായശ്ചിത്തമായി കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചതുകൊണ്ട് എനിക്ക് ദൈവത്തോട് നിരപ്പായ, ഞാൻ ഇനിയും പുതിയ സൃഷ്ടിയാണ്. ഞാൻ പഴയ മനുഷ്യനല്ല. എനിക്ക് കർത്താവ് ഒരു 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 സ്വർഗം, ഒരു വാസസ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ അവനോടുകൂടെ. ദ ഹോൾ ഗോസ്പൽ. അതുകൊണ്ട് മനസ്സ് സാച്ചുറേറ്റഡ് ആയിരിക്കണം. ആ ശിരസ്ത്രം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? എവിടെയെങ്കിലും ഒന്ന് വീഴുമ്പോൾ പിശാച് വന്ന് പറയും, നീ രക്ഷിക്കപ്പെട്ടോ, നീ ദൈവവേദലൊന്നുമല്ല, നീ പഴയ മനുഷ്യൻ തന്നെയാ, നീ രക്ഷപ്പെടത്തില്ല, നീ അങ്ങ് എത്തത്തില്ല. നീ അന്ന് എഴുന്നേറ്റ് സാക്ഷിയൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ നീ അങ്ങ് എത്തത്തില്ല. പിശാച് ഇത് മനസ്സിൽ വരുമ്പോൾ രക്ഷ എന്ന ശിരസ്ത്രം എന്തോ ഞാൻ പിശാചിനോട് പറയാം, പിശാച് നീ എത്ര കള്ളം എന്നോട് പറഞ്ഞാലും അവൻ്റെ സ്വന്തം രക്തം കൊണ്ട് എന്നെ അവൻ വിലയ്ക്ക് വാങ്ങിയതാ. ഞാൻ ആരുടെയാണെന്ന് എനിക്കറിയാം. വചനം എന്നോടൊരു കാര്യം പറയുന്നുണ്ട്. എന്താ വ്യക്തമായിട്ട് പറയുന്നത്? നമ്മൾ സ്വർഗസ്ഥലത്തിൽ അവനോടുകൂടി ഇരുത്തപ്പെട്ടവരാണെന്നുള്ള ആ ഉറപ്പ് എനിക്കുണ്ട്. രക്ഷ എന്ന ശിരസ്ത്രം അത് ധരിച്ചിട്ടില്ലെങ്കിൽ ഈ രക്ഷയുടെ നിർണയത്തെക്കുറിച്ച് നമുക്ക് ഭയങ്കര ഡൗട്ട് വരും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഈ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആടിത്തുടങ്ങും. അതുകൊണ്ടാണ് എപ്പോഴും ബിലീവർ ക്യാൻ നെവർ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എ ബിലീവർ ക്യാൻ നെവർ ഗ്രാജുവേറ്റ് ഫ്രം ദ ഗോസ്പൽ. ചിലർ പറയും ഗോസ്പൽ എന്ന് പറയുന്നത് എലിമെൻ്ററി ആണ്. ഏതാ? ABC. ഈ ക്രിസ്ത്യാനിറ്റിയുടെ ABC ആ ഗോസ്പൽ. നോ. ദ ഗോസ്പൽ ഇസ് ദ A to Z. 1 മുതൽ അവസാനം വരെ രക്ഷയാണ് നമ്മുടെ എല്ലാം. എന്നും ഒരു വിശ്വാസി ആ ഗോസ്പലിനെ, ആ സുവിശേഷത്തെ നാം നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുകയും അതിൽ ആനന്ദിക്കുകയും അതിൽ ഉറപ്പ് നമ്മളിൽ തന്നെ. ദ ഗോസ്പൽ ഇസ് എവറിത്തിങ്. പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ് ഡിസ്കറേജ്മെന്റ്. പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയിലുള്ള ദൈവദാസിദാസന്മാർക്കറിയാം, ഇതുപോലെ സാത്താൻ ഉപയോഗിക്കുന്ന ഒരു തീയമ്പുണ്ട്, ഡിസ്കറേജ്മെന്റ്. എന്നെയും നിങ്ങളെയും എങ്ങനെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. ശുശ്രൂഷയുടെ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ ഏലിയാവ് 5 മിനിറ്റ് കഴിഞ്ഞ് പറയാ, എന്നെ അങ്ങ് എടുത്തോണം, എൻ്റെ പ്രാണൻ എടുത്ത്, എനിക്ക് ജീവിക്കണ്ട. നിങ്ങൾ ഓർത്തോണം, 400 ബാലിന്റെ പ്രവാചകന്മാരുടെ നടുവിൽ ആ കർമ്മേൽ പർവ്വതത്തിൽ ഒറ്റ ഒരുത്തനാണ് അവരുടെ എതിരെ നിൽക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവനെ ഏത് സമയത്തും കൊല്ലാൻ അവർക്ക് സാധിക്കും, ഏത് സമയത്ത് എന്തും ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ഇത്ര ശക്തമായി നിന്ന് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ മനുഷ്യൻ, ഒരു സ്ത്രീ പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലും. അതോടെ ഇദ്ദേഹത്തിൻ്റെ കാറ്റുപോയി. എന്നിട്ട് ദൈവത്തോട് പറയാ, എന്നെ അങ്ങെടുത്തോണേ, എനിക്കിനിയും ജീവിക്കണ്ട. ആരാ?
സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ ഏലിയ, പഴയ നിയമത്തിലെ ഏറ്റവും ശക്തമായ പ്രവാചകൻ. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, ഇത്രയും വലിയ ശക്തന്മാരും ഉണ്ടല്ലോ, നിരാശയ്ക്ക് ഇരയാവും. എത്ര വലിയ ശക്തനാണേലും, എത്ര വലിയ കർത്താവെ ഇനി ഇത് മതി, ഇനി ശുശ്രൂഷിക്കാൻ വയ്യ, പറഞ്ഞു പോവും. അപ്പോൾ രക്ഷ എന്ന ശിരസ്ത്രം, പൗലോസ് പറയുന്ന പോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഐ നോ ഹൂം ഐ ഹാവ് ബിലീവ്ഡ്. ആ ഉറപ്പ് നമുക്ക് വേണം, അല്ലേ നമ്മുടെ സെക്യൂരിറ്റി ഇൻ ക്രൈസ്റ്റ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട സുവിശേഷത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ: ഒന്ന്, ഞാൻ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ആ നിമിഷം കർത്താവ് എന്നെ പാപത്തിന്റെ പരിണത ഫലത്തിൽ നിന്ന് വിടുവിച്ച് കഴിഞ്ഞു. എനിക്കിനിയും നിത്യനാശം, നിത്യനരകമല്ല, സ്വർഗമാണ് എൻ്റെ ഡെസ്റ്റിനി, ഉറപ്പ്. സോ എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി കർത്താവ് മരിച്ചതുകൊണ്ട് ഞാൻ കർത്താവിൽ വിശ്വസിച്ച ആ നിമിഷം എൻ്റെ സകല പാപങ്ങളും, എൻ്റെ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, കർത്താവ് അതിൻ്റെ പരിണത ഫലത്തിൽ നിന്ന്, ഹി ഹാസ് ടേക്കൺ മീ അവേ ഫ്രം ദ പെനൽറ്റി ഓഫ് സിൻ. എന്താണ് പെനൽറ്റി ഓഫ് സിൻ? മരണം. പാപത്തിന്റെ ശമ്പളം മരണം. നിത്യനാശത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചിരിക്കുന്നു. രണ്ട്, അവൻ എന്നെ അതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട്, രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം, എന്നെ അവൻ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ബീങ് സാങ്ക്ടിഫൈഡ്. പഴയ മനുഷ്യനല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവനാണ്. ഐ എം നോട്ട് ദി ഓൾഡ് മാൻ, ഐ എം എ ന്യൂ മാൻ ഇൻ ക്രൈസ്റ്റ്, ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. മൂന്ന്, ഒരു ദിവസം ഞാൻ അവനോടുകൂടെ ആയിരിക്കും. ആ ദിവസം പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ അവൻ എന്നെ വിടുവിക്കുന്നത് കൊണ്ട് ഞാൻ പാപം ചെയ്യാതെ അവനെ പോലെ തന്നെ ആയിത്തീരും. ഞാൻ ക്രിസ്തുവിനെ പോലെ തന്നെ. എൻ്റെ സാൽവേഷൻ സീരീസ് നിങ്ങൾ കേട്ടിട്ടുള്ളവർക്കറിയാം, 3 ഭാഗങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സാൽവേഷൻ 1, 2 and 3. അതിനകത്ത് ഈ 3 ഭാഗങ്ങളും വളരെ വ്യക്തമായി, ദ ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. കർത്താവ് രക്ഷിച്ചപ്പോൾ എന്നെ അവൻ നീതീകരിച്ചു, ഇപ്പോൾ അവൻ എന്നെ ശുദ്ധീകരിച്ചു. ഒരു ദിവസം അവൻ എന്നെ മഹത്വീകരിക്കും, അന്ന് ഞാൻ അവനോടുകൂടെ ആയിരിക്കണം. ഈ രക്ഷ എന്നുള്ള ശിരസ്ത്രം ഞാൻ എപ്പോഴും ധരിക്കണം. അത് ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തണം. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. 6, ഇതെല്ലാം ഇതുവരെ എല്ലാം ഡിഫെൻസീവ് ആയിരുന്നു, അല്ലേ? അവൻ്റെ തീയമ്പുകളെ കെടുത്താൻ, അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇനിയുള്ളത് ഒഫെൻസീവാണ്. ഇനി വെട്ടണമെങ്കിൽ വെട്ടണം. അതാണിത്. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. അപ്പൊ ആത്മാവിന്റെ വാൾ, സ്വോർഡ് ഓഫ് ദി സ്പിരിറ്റ് എന്ന് പറയുന്നത് ദൈവവചനം. ഈ ദൈവവചനമാണ് ശത്രുവിന്റെ എതിരെ ഉള്ള ഏക നമ്മുടെ ആയുധം. ചിലരാണെങ്കിൽ ഈ ഡീമണോളജി പഠിക്കാനേ പല കാര്യങ്ങൾ പഠിക്കാൻ പോകും. ഇങ്ങനത്തെ ഡീമനാണോ, ആ ഡീമൺ ഇങ്ങനത്തെ പേരാണോ, അങ്ങനത്തെ പേരാണ്, എങ്ങനെ വേണം, ഒന്നും വേണ്ട. വചനം അങ്ങ് പഠിച്ചാൽ മതി. വചനം നല്ലതുപോലെ പഠിച്ചാൽ ഇതിനെയൊക്കെ വെട്ടാനുള്ളത് അതിനകത്തുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, പിശാച് തന്നെ 40 ദിവസം കർത്താവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി മരുഭൂമിയിൽ വന്നു. ആ സമയത്തെ യേശുക്രിസ്തുവിൻ്റെ ഡീമണോളജിയെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ പറഞ്ഞത്? എല്ലാത്തിനും ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ദൈവവചനമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കല്ലല്ല അപ്പം ആക്കണം. ഉടനെ നീ എവിടത്തെ ഡീമണാണ്, ഏത് സ്ഥലത്തെ പ്രിൻസിപ്പൽ, ഒന്നും പറയുന്നില്ല. എന്താ പറയുന്നേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെ ദൈവത്തിന്റെ എല്ലാ വചനങ്ങളിലും ജീവിക്കണം. ഓക്കെ, എന്നെ നീ നമസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? ദൈവം അല്ലാതെ വേറൊരുവന്റെ മുമ്പിൽ നമസ്കരിക്കാൻ പാടില്ല. ദൈവവചനം, നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. ഒറ്റ വാക്ക്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആയുധം എന്ന് പറയുന്നത് ഒരൊറ്റ ആയുധം, ദൈവവചനം. എന്നാൽ പലപ്പോഴും ഈ ആയുധം കയ്യിലിരുന്നിട്ട് മറ്റ് ചില ആയുധങ്ങൾ തപ്പാൻ പോകുന്ന പാർട്ടികളാണ് നമ്മൾ. അതും ഇങ്ങനെ പൊടി പിടിച്ച് കിടപ്പുണ്ട് എവിടെയെങ്കിലും. ഏറ്റവും വലിയ ആയുധമാണ്. ഒന്ന് നോക്കിയേ, അത് തുറന്നിട്ട് എത്ര ദിവസം ആയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പൊടി പിടിച്ച് കിടക്കുന്ന ആയുധം. ഈ പ്രശ്നം എന്നാണെന്നറിയോ? ഈ പലരുവേ ഈ ആയുധം ഇങ്ങനെ ഷെൽഫിൻ്റെ മണ്ടയ്ക്ക് വെച്ചേക്കുക. പെട്ടെന്ന് ബാറ്റിൽ അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് ഇൻറ്റൻസിറ്റി ആകും, പെട്ടെന്ന് അതങ്ങോട്ട് എടുക്കും. പിന്നെ ഇത് എവിടാ തിരിയേണ്ട? ഈ വാളെടുക്കുന്ന പോലെ ഇതിനെ പൊടിയെല്ലാം എടുക്കും. അയ്യോ ഇത് എങ്ങനെ ഓടിക്കുന്നത്? വെടിവെക്കാൻ നേരം ഇത് എവിടാ ബുള്ളറ്റോ, ഇതെവിടാ, ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, സ്റ്റക്കാണല്ലോ എന്ന് പറഞ്ഞ അവസ്ഥയാ. കാരണം എന്നാ? ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ലെന്നേ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഉപയോഗിച്ച് ശീലിച്ചു. ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബാറ്റിൽ എല്ലാ ദിവസവും, ദ ബാറ്റിൽ ഇസ് റേജിങ് എവറി ഡേ.
നമ്മളെ സംബന്ധിച്ചോളം ഈ യുദ്ധം എന്നും ഉള്ളതാ വിശ്വാസി. അതുകൊണ്ട് ഈ സാധനം ഉപയോഗിച്ച് നല്ല പരിചയം ഉണ്ടാകണം. ഉം. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൻ്റെ ഒരു ആക്രമണം വരും. ദൈവവചനം ഒന്ന് ശരിക്കും പഠിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിശാചിന്റെ തന്ത്രങ്ങൾക്കെതിരെ പോരാടണമെങ്കിൽ ഒറ്റ കാര്യം ദൈവവചനം, വേറെ ഒരു പരിപാടി വേണ്ട. യേശു കർത്താവ് ഉപയോഗിച്ചത് അത് ആ ആയുധമാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഇന്നാണെങ്കിൽ എല്ലാവരും അതിൻ്റെ സ്പെഷ്യൽ സ്കൂൾ ഓഫ് ഇതിലൊക്കെ പോയി വേറെ കുറേ കാര്യങ്ങൾ ഒന്നും വേണ്ട. വേദപുസ്തകം ശരിക്കും അങ്ങോട്ട് വായിക്കുക, ശരിക്കും അങ്ങോട്ട് പഠിക്കുക, അതങ്ങോട്ട് ധ്യാനിക്കുക, അത് മതി. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വേണ്ട. എന്നാൽ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദൈവവചനവും ദൈവശ്വാസീയമാണ്. ഇറ്റ് ഈസ് ഗോഡ് ബ്രെത്ത്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവശ്വാസീയമാണ്. മനുഷ്യൻ ചുമ്മാ എഴുതിയ കാര്യങ്ങളല്ല. ഇത് തെറ്റ് വരാത്തതും അപ്ഡേഷൻ ആവശ്യമില്ലാത്തതുമാണ്. അത് അന്ന് ആപ്ലിക്കബിൾ ആണെങ്കിൽ ഇന്നും ആപ്ലിക്കബിൾ ആണ്. സ്ക്രിപ്റ്റേഴ്സ് ആർ കംപ്ലീറ്റ്. ആവശ്യമായിട്ടുള്ളതെല്ലാം വചനത്തിനകത്തുണ്ട്. ഇതിൻ്റെ പുറമെ ഒരു സാധനം നമുക്ക് ആവശ്യമില്ല. അതിനോട് കേട്ട് നമുക്ക് ഇതിന് അധികാരമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അധികാരമുള്ളതാണ്. ഇറ്റ് ഈസ് അതോറിറ്റേറ്റീവ്. എൻ്റെ വാക്കല്ല, ദൈവത്തിൻ്റെ വചനം. സ്ക്രിപ്റ്റേഴ്സ് ആർ ഇഫക്റ്റീവ്. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അൺലെസ് ഇറ്റ് അക്കംപ്ലിഷസ് ഇറ്റ് വർക്ക് ഇറ്റ് വിൽ നോട്ട് കം ബാക്ക് ടു മീ. ഇഫക്റ്റീവ് ആണ് ദൈവത്തിൻ്റെ വചനം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് നമ്മൾ വചനത്തോടുള്ള നമ്മുടെ മനോഭാവം? 3 മനോഭാവങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് പറയാം. ചിലര് ബട്ടർഫ്ലൈസിനെ പോലെ ഒരു സ്റ്റഡിയിൽ നിന്ന് അടുത്ത സ്റ്റഡിയിൽ നിന്ന് വേറെ സ്റ്റഡി, ഇങ്ങനെ ബട്ടർഫ്ലൈ. തെറ്റാന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസാണ്. കേൾക്കാത്ത ബൈബിൾ സ്റ്റഡി ഇല്ല, കാണാത്ത പരിപാടിയില്ല, എല്ലാം ഉണ്ട്. അതൊരു കൂട്ടർ. രണ്ടെന്ന് പറഞ്ഞാൽ ബോട്ടനിസ്സാ. അങ്ങനെ ഉണ്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ്. ഇതിൻ്റെ ഗ്രീക്കിനകത്ത് ഇതിൻ്റെ എഴുതിയിരിക്കുന്ന എയോർട്ടിസ് സെൻസ് ആയതുകൊണ്ട് ആ വാക്കിൻ്റെ അർത്ഥം വെച്ച് നമ്മൾ മറ്റേ വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഞാനും അത് കുറേ ചെയ്യാറുണ്ട് കേട്ടോ, നിങ്ങൾക്കറിയാമല്ലോ, ഞാനും അത് പറയും. പക്ഷെ നമ്മൾ ഭയങ്കര ബോട്ടനിസ്റ്റ് ലെവലിലേക്ക് കയറി ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് പഠിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, അതാണ് ഏറ്റവും നല്ല കൂട്ടർ. ദേ ആർ ലൈക്ക് ബീസ്. അവർ തേനീച്ചകളെ പോലെ, വണ്ടുകളെ പോലാണ്. എന്താണ് അവർ ചെയ്യുന്നത്? അവിടെ ചെന്ന് വചനത്തിനകത്തു നിന്നുള്ളതെല്ലാം സാക്ക് ചെയ്തെടുത്ത് അവരെ തന്നെ അവർ എൻട്രി ചെയ്യാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബട്ടർഫ്ലൈനെ പോലെയും ബോട്ടനിസ്റ്റിനെ പോലെ ആകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നെവർ ഫൊഗെറ്റ് എവ്രി വേർഡ്, എല്ലാ വാക്കുകളും എൻ്റെ ജീവിതത്തിലേക്ക് ഞാനിത് അങ്ങോട്ട് വലിച്ചെടുത്ത് എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തണം, അനുസരിക്കണം, അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഈ സോഡ് ഓഫ് ദി സ്പിരിറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും? ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിൽ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അറിയാം എന്ത് ചെയ്യണമെന്നും ഏത് വചനത്താൽ ഈ ശത്രുവിനെ ജയിക്കണമെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ വാക്യമായി ബൈബിൾ സ്റ്റഡി ചെയ്യുന്നത്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേറൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല പ്രിയമുള്ളവരെ. സത്യം അറിയണം, സത്യം ശരിയായി പഠിക്കണം, സത്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രമാണിക്കണം. ഇത് മാത്രമേ, ദിസ് ഇസ് ദ ഫണ്ടമെൻ്റൽ ഓഫ് എവറി ക്രിസ്ത്യൻ ബിലീവർ. നമ്മൾ മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും വചനം നന്നായി പഠിക്കണം. നല്ലതുപോലെ വചനം കൈകാര്യം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് സാധിച്ചാൽ അവന് ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ സാധിക്കും. അവസാനം, പ്രേ അറ്റ് ഓൾ ടൈംസ്. ഏഴാമത് അത് ദൈവത്തിൻ്റെ സർവായക വർഗത്തിൻ്റെ ഭാഗമായ ആളുകൾ ചിലപ്പോൾ കൂട്ടാറില്ല. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് കൂട്ടുകയാണ്. 18ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. അവസാനം പറയാ, നിങ്ങൾ പ്രാർത്ഥിക്കണം. സകല പ്രാർത്ഥനകളായാലും യാചനയാലും ഏത് നേരത്തും. വെറൈറ്റി ഓഫ് പ്രേയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വിധത്തിലും പ്രാർത്ഥിച്ചോണമെന്ന്. വെറൈറ്റി. എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണോ? അങ്ങനെ പ്രാർത്ഥിച്ചോണം. നടന്ന് പ്രാർത്ഥിച്ചു. പ്രൈവറ്റായിട്ട് പ്രാർത്ഥിച്ചു. പബ്ലിക്കായിട്ട് എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിച്ചു. ഏത് ഫോം എന്നുള്ളത് വിഷയമല്ല, എല്ലാ വിധത്തിലും നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചോ. മുറി അടച്ചു വെച്ച് പ്രാർത്ഥിച്ചോ. ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചോണം. ഏത് നേരത്തിനും സോ ദ വെറൈറ്റി ഓഫ് പ്രെയർ ഇസ് ഓൾ കൈൻഡ്സ്. 2, ഫ്രീക്വൻസി ഓഫ് പ്രെയർ എന്തുവാ? ഓൾ ടൈംസ്. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം? എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാമോ
ഏത് നേരത്തും പ്രാർത്ഥിച്ചോണം. രാവിലെയും പ്രാർത്ഥിച്ചോണം, ഉച്ചയ്ക്കും പ്രാർത്ഥിച്ചോണം, രാത്രിയിലും പ്രാർത്ഥിച്ചോണം, ഏത് സമയത്തും പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്. എന്നിട്ട് പൗലോസ് പറയാ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടി? എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടി? പൗലോസ് പറയാ, ഒറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി. എന്താണ്? ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ സുവിശേഷം പ്രസംഗിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. വേറെ ഒന്നും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. എനിക്ക് എപ്പോഴും ഇഷ്ടം ഈ അപ്പോസ്തലന്മാരൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ കാര്യവും പീഡനത്തിന്റെ നടുവിൽ ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കാനുള്ള ധൈര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. പ്രേ ഫോർ ബോൾഡ്നെസ്. നിങ്ങൾ കൂടെ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? ഞാൻ സുവിശേഷം ധൈര്യത്തോടും പ്രാഗൽഭ്യത്തോടും പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. അത് എപ്പോഴും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? വേറെ ഒന്നിനും പ്രാർത്ഥിക്കണ്ട. അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ശക്തമായി പ്രാഗൽഭ്യത്തോടെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ പേഴ്സണൽ ആവശ്യങ്ങളൊന്നും വിഷയമല്ല. യു ഹാവ് ടു പ്രേ ഫോർ ബോൾഡ്നെസ്, ഇഫക്റ്റീവ് പ്രേയേഴ്സ്. അവസാനം കൺക്ലൂഷൻ, പൗലോസ് എഫേസ്യ ലേഖനത്തിന് അവസാനം വരുമ്പോൾ പറയാണ്, ഞാൻ എങ്ങനെ 21 മുതൽ 24, ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. അവസാനം പൗലോസ് അവസാനം എഴുതുക, വീട്ടുതടലിലൊക്കെയാണ്. അപ്പോൾ പറയാണ്, ടിക്കിക്കസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഏഷ്യയിൽ വെച്ച് പൗലോസിനോട് കൂടെ വന്നു. അപ്പോൾ പറയാണ്, അദ്ദേഹത്തിനെ ഞാൻ വിടുക. എന്തിനാണ് വിടുന്നത്? എൻ്റെ ഇവിടുത്തെ അവസ്ഥയൊക്കെ നിങ്ങൾ അറിയണം. എൻ്റെ ഇവിടുത്തെ അവസ്ഥ നല്ലതുപോലെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് വേണ്ടിയും ഇവിടുത്തെ അവസ്ഥയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അധികം ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ നോർത്ത് ഇന്ത്യ സംഭവങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്നാ, അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ വ്യക്തമായി സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിക്കും. അതിനുവേണ്ടിയാണ് പൗലോസ് പറയുന്നത്. ഇന്നത്തെ പോലെ നമുക്ക് ഈ സൂമും പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തിഹിക്കോസിനെ വിടുകയാണ്. അപ്പോൾ പൗലോസിൻ്റെ അവസ്ഥ അവരോട് പറയണം, അതിനനുസരിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് അവസാനം പറഞ്ഞ് നിർത്തുന്നത് തന്നെ കൃപയും സമാധാനവും, ഫെയ്ത്ത്, ഗ്രേസ്, ലവ് ആൻഡ് പീസ്, കൃപയും സ്നേഹവും സമാധാനവും. എന്നിട്ട് പറയുന്നത് എന്നാ, എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് 24ാമത്തെ വാക്യത്തിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. An incorruptible love for the Lord Jesus is what marks a true believer. അവസാനിക്കുന്ന പറഞ്ഞാൽ അക്ഷയമായി. കർത്താവിനെ സ്നേഹിക്കുന്ന ഏത് സ്നേഹമാണ്? ഇൻകറപ്റ്റിബിൾ, അക്ഷയമായ സ്നേഹം വേണം. എനിക്ക് നിങ്ങൾക്കും പ്രിയമുള്ളവരെ വേണ്ടിയ സ്നേഹം കർത്താവിനോട് ഇതാണ്, ഇൻകറപ്റ്റിബിൾ. എന്നാൽ പലപ്പോഴും നമുക്കറിയാം മറ്റ് സ്നേഹങ്ങളൊക്കെ വന്ന് ഇതിനെ കറപ്റ്റഡ് ആക്കുന്നുണ്ട്, അല്ലേ? കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിന് കോട്ടം വരുത്തുന്ന ഒരുപാട് സ്നേഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. കർത്താവിനോട് പറയണം, കർത്താവ്, എഫേസ്യ ലേഖനത്തിൻ്റെ അവസാനം വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സർവായുഗ വർഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അക്ഷയമായ ഒരു സ്നേഹം, ഇൻകറപ്റ്റബിൾ ലവ് ഫോർ യു. കർത്താവെ, നിന്നെ അതുപോലെ സ്നേഹിക്കാനുള്ളൊരു ഹൃദയം എനിക്ക് തരണം. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണം. കർത്താവിന് എന്നോടുള്ള സ്നേഹമുണ്ടല്ലോ, അഗാപ്പേ സ്നേഹം, അതുപോലെ തന്നെ അങ്ങയോട് കർത്താവെ ഒരു അക്ഷയമായ സ്നേഹം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ആ സ്നേഹം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കട്ടെ. പൗലോസ് പറഞ്ഞതുപോലെ അങ്ങനെയെങ്കിൽ കൃപയും സമാധാനവും വിശ്വാസവും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് എഫേസ്യ ലേഖനം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ നമ്മൾ ആരാന്നുള്ള ബോധ്യം പ്രിയമുള്ളവരെ ഉണ്ടാകണം. നമ്മൾ പഴയ മനുഷ്യനല്ല, പുതിയ മനുഷ്യനാണ്. സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണ്, മുൻ നിയമിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, കർത്താവിനാൽ കൃപ ലഭിച്ചവരാണ്. നമ്മൾക്ക് ഇങ്ങനെ ഒരു വലിയ പദവി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നാം എങ്ങനെ ജീവിക്കണം? ജ്ഞാനത്തിൽ ജീവിക്കണം, സ്നേഹത്തിൽ ജീവിക്കണം. നമ്മളെപ്പോഴും ഭിന്നത ഉണ്ടാകരുത്. നാം എങ്ങനെ ജീവിക്കണം? നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം ഭാര്യ, എങ്ങനെയായിരിക്കണം ഭർത്താവ്, എങ്ങനെയായിരിക്കണം കുഞ്ഞുങ്ങൾ, എങ്ങനെയായിരിക്കണം അവരോടുള്ള പെരുമാറ്റം, എല്ലാം വളരെ വ്യക്തമായി നമ്മൾ ഈ കഴിഞ്ഞ സെഷൻസിൽ ബോത്ത് ദ ബിലീഫ് ആൻഡ് ദ ബിഹേവിയർ,
വിശ്വാസവും അതുപോലെ തന്നെ നമ്മുടെ നടപ്പും രണ്ടും ഈ എഫേസ്യ ലേഖനം 6 അധ്യായങ്ങളിലൂടെ നമ്മൾ പഠിച്ചു. അവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ സർവായുഗ വർഗം എങ്ങനെയാണ് ആത്മീയ പോരാട്ടം പോരാടേണ്ടതെന്നും കൂടെ നമ്മൾ പഠിച്ചു. അങ്ങനെ ഒരു അക്ഷയമായ സ്നേഹത്തിൻ്റെ ഉടമകളായി നിൽക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത എല്ലാവരോടുള്ള സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അടുത്ത പുസ്തകം നമ്മൾ വാക്യമായി നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്ലിംഗ് ഷോട്ടിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. വരുന്ന ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ധൈര്യമായി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ കർത്താവ് കൃപ തരണമെന്നും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് എഫേസ്യ ലേഖനത്തിൻ്റെ അവസാനത്തിലേക്ക് വരുവാൻ നീ ഒരുക്കിയ വഴികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എഫേസ്യ ലേഖനത്തിൻ്റെ മർമ്മങ്ങൾ എത്ര വലുതാണ്. ക്രിസ്തു യേശുവിനോട് കൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരായ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഞങ്ങളെ പല പ്രാവശ്യം ഞങ്ങളെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ദൈവത്തിൻ്റെ സർവായക വർഗം എപ്പോഴും ധരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. എല്ലാ മേഖലകളിലും ജീവിക്കാൻ, കൃപയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ, ഇതുവരെ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മുമ്പ് വായിച്ചതുപോലെ ഒരു ബട്ടർഫ്ലൈ ആകാനല്ല, ഒരു ബോട്ടണിസ്റ്റ് ആകാനല്ല, എന്നാൽ ഒരു ബി. കർത്താവെ, ഇതിൽ നിന്ന് ദാവീദ് പറഞ്ഞ പോലെ തേനിനേക്കാളിലും തേൻ കട്ടകളെക്കാട്ടിലും മാധുര്യമേറിയ ദൈവവചനം അത് കർത്താവെ കുടിക്കുവാനും ആസ്വദിക്കുവാനും കർത്താവെ അത് പ്രമാണിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശുവിനെ പോലെ ഓരോ ദിവസം ആയിത്തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിന്നെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വേറെ ഒരു കാര്യം കൂടെ പറയാം. ഈ സർവായുഗ വർഗം നമ്മൾ നോക്കുമ്പോഴേ അരയ്ക്ക് സത്യം, ആദ്യം എന്താ പറയുന്നത്? സത്യം. പിന്നെന്താ? ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്, നീതി. ഓരോ ഭാഗം നമ്മൾ നോക്കുമ്പോൾ വചനം, രക്ഷ എന്ന ശിരസ്ത്രം, ഇതെല്ലാം സത്യം ആരാ? യേശു ക്രിസ്തു. നീതി ആരാ? യേശു ക്രിസ്തു. രക്ഷ ആരാ? യേശു ക്രിസ്തു. വചനം ആരാ? യേശു ക്രിസ്തു. എല്ലാം വരുമ്പോൾ ചുരുക്കത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങൾ യേശു ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുവീൻ എന്നുള്ളതാണ് അതിൻ്റെ സത്ത്. പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞത്.